പാഠം 659. ഒരു വിനോദയാത്രയുടെ കഥ. മഴക്കെടുതി. കേരളത്തിനുള്ള കേന്ദ്ര സഹായം തീരെ കുറവ്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ വൻപിച്ച നഷ്ടങ്ങൾക്ക് കേന്ദ്രം നൽകിയ ധനസഹായം തീരെ കുറഞ്ഞുപോയി എന്ന് പരാതി. 500 കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാനത്തിന് ലഭിച്ചത് 150 കോടി മാത്രമാണ്. കഷ്ടം. ഇത്രയും കാലമായിട്ടും ഇവർക്കൊന്നും ഒരു പ്രായോഗിക ബോധവുമില്ല. എന്ത് ചെയ്യാനാ? ആർക്കാണ് മോഹനായിട്ട് ആ പ്രായോഗിക ബോധമില്ലാത്തത്? ഇത് വായിച്ചോ? കേരളം 500 കോടി രൂപ സഹായം ചോദിച്ചപ്പോൾ കിട്ടിയത് വെറും 150 കോടി മാത്രം. എത്രയോ കാലമായിട്ട് ഇങ്ങനെയാണ്. ഈ 150 കോടി കൊണ്ട് നമ്മുടെ നഷ്ടം എങ്ങനെ തീർക്കും? നമ്മുടെ വില്ലേജ് ഓഫീസിൽ മാത്രം എത്ര 1000 രൂപയുടെ അപേക്ഷകളാണ് വന്നിരിക്കുന്നത്. 25,000 രൂപ നഷ്ടം വന്നവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കുമ്പോൾ ഇവരൊക്കെ വെളിയിറങ്ങുന്നിട്ട് വില്ലേജ് ഓഫീസറെ കുറ്റം പറയും. വില്ലേജ് ഓഫീസർ എന്ത് ചെയ്യാനാ? അതൊക്കെ എന്നും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ മോഹനേട്ടാ? കഴിഞ്ഞ മഴക്കാലത്തും ഇങ്ങനെ ഉണ്ടായി, വേനൽക്കാലത്ത് പിന്നെയും അങ്ങനെ തന്നെ. അതാ ഞാൻ പറഞ്ഞത്, പ്രായോഗിക ബുദ്ധി ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാമെന്ന്. നീ നോക്കു ഭാമേ, കഴിഞ്ഞ വർഷം നമ്മൾ കേന്ദ്രത്തോട് ചോദിച്ച നഷ്ടപരിഹാരം 400 കോടി രൂപ. കിട്ടിയതോ 100 കോടി. അതായത് ചോദിച്ചതിന്റെ പകുതി പോലും കിട്ടില്ല എന്ന്. ഇക്കൊല്ലം നമുക്ക് വേണ്ടിയിരുന്നത് 500 കോടി. കിട്ടിയതോ 150 കോടി. അതുകൊണ്ട് എന്തായാലും ചോദിക്കുന്നതിന്റെ പകുതി പോലും കിട്ടില്ല എന്നുള്ളപ്പോ കുറച്ചുകൂടി ചോദിക്കണമായിരുന്നു. ഒരു 1000 കോടി രൂപ ചോദിച്ചിരുന്നെങ്കിൽ ഒരു 250 കോടിയെങ്കിലും കിട്ടില്ലായിരുന്നോ? ഇതെന്തോന്ന് മോഹനേട്ടാ, മീൻ കച്ചവടോ? 100 രൂപയുടെ മീൻ വില പേശി 50 രൂപയ്ക്ക് വാങ്ങണ പോലെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ മീൻ കച്ചവടക്കാർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? 100 രൂപയുടെ മീൻ ഇരിക്കുന്നു. ഒരാൾ വന്ന് വില ചോദിക്കുമ്പോ കടക്കാരൻ 100 രൂപ എന്ന് പറഞ്ഞാൽ വരുന്നവർ ചോദിക്കും, കുറയില്ലേ? അങ്ങനെ വില കുറച്ച് ചിലപ്പോൾ 60 70 രൂപയ്ക്ക് മീൻ വിൽക്കേണ്ടി വരും. അതുകൊണ്ട് മീൻ വിൽപ്പനക്കാരൻ എന്ത് ചെയ്യും? 100 രൂപയുടെ മീനിന് 150 രൂപ എന്ന് പറയും. വില കുറയുമോ എന്ന് ചോദിക്കുമ്പോ 10 20 രൂപ കുറയ്ക്കും. അപ്പൊ വീണ്ടും ചോദിക്കും, ശരി ഒരു 25 രൂപ കുറച്ചേക്കാം. ഉടനെ വാങ്ങാനും വന്നവൻ പറയും 100 തരും, അതിൽ കൂടുതൽ പറ്റില്ല എന്ന് പറഞ്ഞങ്ങ് പോകും. ഉടനെ മീൻ കച്ചവടക്കാരൻ വിളിക്കും, നിങ്ങൾക്ക് സാറേ സമ്മതിച്ചു. അയാൾ ഉദ്ദേശിച്ച വില കിട്ടുകയും ചെയ്തു. വാങ്ങാൻ വന്ന ആൾക്ക് സന്തോഷമായി. ഓ, അപ്പോ മഴക്കെടുതിയുടെ നഷ്ടം കേന്ദ്ര സർക്കാരിനോട് നമ്മൾ ചോദിക്കേണ്ടത് അങ്ങനെയാണ് എന്നാണ് മോഹനേട്ടൻ പറയുന്നത്. 500 കോടി വേണമെങ്കിൽ 1500 കോടി ചോദിക്കണം. ചോദിക്കുക മാത്രമല്ല, ആ കാര്യം പറഞ്ഞ് സമരം ചെയ്യുകയും വേണം. സമരം രൂക്ഷമാകുമ്പോ ചോദിച്ച 1500 കോടിയുടെ സ്ഥാനത്ത് 500 കോടി തന്ന് പ്രശ്നം പരിഹരിക്കാൻ നോക്കും. നമുക്കത് മതിയല്ലോ. മോഹനേട്ടാ, ഈ ബുദ്ധി വേറെ ആരോടും പറയണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന് ഭയങ്കര ബുദ്ധിമാനാന്നറിയില്ലേ? അടുത്ത തെരഞ്ഞെടുപ്പിൽ എല്ലാരോടും കൂടി മോഹനേട്ടനെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മുഖ്യമന്ത്രിയോ റവന്യൂ മന്ത്രിയോ ആക്കി കളയില്ലേ? എന്റെ അമ്മ! അങ്ങനെ മോഹനേട്ടൻ മന്ത്രിയായിട്ടുണ്ടെങ്കിൽ കാനലൂർ വില്ലേജ് ഓഫീസിൽ നിന്ന് കരം തീർത്ത് രസീത് കൊടുക്കാൻ ആരെ കൊണ്ട് പറ്റും? ആരെ വിളിക്കുന്നുണ്ട്? ചിലപ്പോഴേ മോഹനേട്ടൻ ഉപദേശം ചോദിച്ച് ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും. ഈ പ്രദേശത്തെ ഏറ്റവും അറിവും പ്രായോഗിക ബുദ്ധിയുള്ള ഒരു തല ഇതാണല്ലോ. ഒന്ന് നോക്കട്ടെ. രാവിലെ ഭർത്താവിനെ കളിയാക്കിട്ട് പോകുന്നു. ഇവള് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഹലോ, വിദ്യ, ഞാൻ പ്രതീക്ഷിച്ച നീ ആയിരിക്കുന്നു. എന്തായി തീരുമാനം? ലതയോടും ഗായത്രിയോടും പറഞ്ഞോ? അതിനെന്താ, മറ്റന്നാളോ? ഓ, ആയിക്കോട്ടെ. ഇല്ല, മോഹനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അത് കുഴപ്പമില്ല, മോഹനോട് ഞാൻ ഇപ്പൊ തന്നെ സംസാരിച്ചോളാം. ശരി. അതൊക്കെ മോഹനോട് അറിയായിരിക്കും. ആളൊരു സർവ്വവിജ്ഞാന കോശമല്ലേ. ഇപ്പൊ തന്നെ കേരള സംസ്ഥാനം നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിന് മോഹനേട്ടൻ പരിഹാരം കണ്ടതല്ലേ ഉള്ളൂ. ഞാൻ പിന്നെ വിളിക്കാം. വിദ്യയായിരുന്നു മോഹനേട്ടാ. ഒരു സംശയം, ഈ തേക്കടി എന്ന് പറയുന്ന സ്ഥലം ഏതില്ലല്ല?
തേക്കടി ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കുമിളിക്ക് തൊട്ടടുത്താണ് തേക്കടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലസംഭരണിയാണ് തേക്കടി തടാകം. അവിടെ വർഷം തോറും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് വന്നു പോകാറുള്ളത്. പിന്നെ പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം തേക്കടിയിലാണ്. തേക്കടിയിലെ വനങ്ങളിൽ കടുവയും ആനയും ധാരാളമായിട്ടുണ്ട്. തേക്കടി തടാകത്തിലുള്ള ബോട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് ആനയെയും കടുവയെയും ഒക്കെ കാണാൻ പറ്റും. അപ്പോ തേക്കടിയിൽ ബോട്ടിങ്ങിന് പോകുന്നത് നല്ല രസമായിരിക്കും അല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ആളുകൾ ധാരാളമായി തേക്കടിയിലേക്ക് എത്തുന്നത്. വിദ്യാലക്ഷ്മിയും ഗായത്രിയും ലതയും കൂടി ഒരു യാത്ര പോണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഒരു ദിവസം രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരുന്ന രീതിയിൽ പോകാന്നാണ് അവര് പറയുന്നത്. ഈ ആഴ്ചയിലാണെങ്കിൽ കോടതിയിലധികം കേസൊന്നും ഇല്ലതാനും. അതുകൊണ്ട് ഞങ്ങൾ 4 പേരും കൂടി മറ്റന്നാൾ രാവിലെ തേക്കടിക്ക് പോകും. ഞങ്ങൾ 4 പേരും. ഞാൻ, വിദ്യ, ഗായത്രി, ലത. ഇന്നലെ തീരുമാനിച്ചതാ. എന്നത്തേക്ക് പോകാൻ പറ്റുമെന്ന് ആലോചിച്ച് പറയാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ വിദ്യ വിളിച്ച് പറയാ, ഇനി താമസിപ്പിക്കണ്ട, മറ്റന്നാൾ രാവിലെ അല്ലെങ്കിൽ പോവാന്ന്. വിദ്യയും ഗായത്രിയും ലതയൊക്കെ പോകുമായിരിക്കും. നീ പോകുന്നില്ലല്ലോ. ഞാൻ പോകുന്നില്ലേ? ഇല്ല. ആര് പറഞ്ഞു? ഞാൻ പോകുന്നുണ്ടല്ലോ. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? പോകുന്നു ഞാനല്ലേ മോഹനേട്ടാ. അപ്പൊ അത് ഞാൻ മാത്രം തീരുമാനിച്ചാ പോരെ? നീ എവിടെ പോകണം, എപ്പോ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് തീരുമാനിക്കാനാണെങ്കിൽ എന്നെ പിന്നെ നീ കല്യാണം കഴിച്ചത്? അതെന്തായാലും കൊള്ളാം. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ട് അതിനുവേണ്ടി ഞാൻ മോഹനേട്ടനെ കല്യാണം കഴിച്ചതാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ ഓഫീസിൽ നിന്ന് എന്റെ സുഹൃത്തുക്കളുടെ കൂടെ ഞാനൊരു ചെറിയ യാത്ര പോകുന്നതിൽ എന്താണ് മോഹനേട്ട കുഴപ്പം? നീ അങ്ങനെ ആരുടെയും കൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശരി, സമ്മതിച്ചു. വിദ്യാലക്ഷ്മിയോടെ ഞാൻ പോകുന്നില്ല. മോഹനേട്ടൻ എന്നെ കൊണ്ടുപോയി. ഞാനോ? പിന്നെ ആരും കൊണ്ടുപോകും? മോഹനേട്ടാ, ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹം തോന്നുന്നത് ക്രിമിനൽ കുറ്റമൊന്നുമല്ല. മോഹനേട്ടൻ എന്നെ കൊണ്ടുപോകായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. മോഹനേട്ടൻ പക്ഷെ അത് ചെയ്യില്ല. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാനും വയ്യ. അപ്പൊ പിന്നെ സുഹൃത്തുക്കളുടെ പോവാന്നുള്ള ഒറ്റ വഴിയല്ലേ ഉള്ളൂ. അങ്ങനെ നിനക്ക് തോന്നുന്ന സുഹൃത്തുക്കളോടെ തോന്നുന്ന സമയത്ത് തോന്നുന്ന സ്ഥലത്ത് പോകാൻ ഇത് അമേരിക്കയല്ല, കേരളമാണ്. അമേരിക്കയിൽ ഞാൻ പോയിട്ടില്ലാത്തതുകൊണ്ട് അവിടെ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേരളത്തിലെ കാര്യം പറയാം. ഞാൻ പോകുന്നത് തോന്നുന്നവരുടെ കൂടെയല്ല, എന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കൂടെയാണ്. ഞാൻ ടൂർ പോകുന്നത് തോന്നുന്ന നേരത്തല്ല, മറ്റന്നാൾ രാവിലെയാണ്. ഞാൻ ടൂർ പോകുന്നത് തോന്നുന്ന സ്ഥലത്തും അല്ല, തേക്കടിയിലാണ്. അത് നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നീ ഒരു കാര്യം ആലോചിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് എന്നോട് പറയാറുള്ളത്? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ മോഹനേട്ടൻ എന്നെ പോകാൻ സമ്മതിക്കുമായിരുന്നു. പിന്നെന്താണ്? നേരത്തെ പറഞ്ഞാലും സമ്മതിക്കില്ല, തീരുമാനം എടുത്തിട്ട് പറഞ്ഞാലും സമ്മതിക്കില്ല. അപ്പൊ പിന്നെ തീരുമാനം എടുത്തിട്ടൊക്കെ പറഞ്ഞാ പോരെ? മോഹനേട്ടാ, ഇക്കാര്യം പറഞ്ഞ് എന്റെ പുറകെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ ആരോഗ്യം പോവും, എന്റെ ജോലിയും നടക്കില്ല. എന്തിനാണത്? എന്തായാലും മറ്റന്നാൾ ഞാൻ പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സാറേ, നീ പോകുന്ന എനിക്കത് കാണണം. കാണാലോ, മറ്റന്നാൾ രാവിലെ ആയിക്കോട്ടെ. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം പോയാ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട. അങ്ങോട്ട് പോകാൻ അറിയാമെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് വരാനും എനിക്കറിയാം. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ കേട്ടില്ല. എന്റെ വീട്ടിൽ കയറാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. മോനട്ടാ, ഉത്തം വിളിക്കാൻ കേൾക്കണില്ലേ? ചെല്ല്. ഇങ്ങനൊരു മനുഷ്യൻ. നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ചന്ദ്രപ്പന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വന്നാണ് ഞാൻ. ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരുന്നു. ചന്ദ്രപ്പന്റെ മോളുടെ അഡ്മിഷൻ ശരിയായിട്ടുണ്ടേ. ഫീസ് ഇളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കണം. ചന്ദ്രപ്പന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഉത്തമനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ് സാറേ? ഒരു ഭാര്യ ഭർത്താവിന്റെ അനുവാദമില്ലാതെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുന്നത് മര്യാദയാണോ? എനിക്ക് മനസ്സിലായില്ല സാറേ. ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്നു, അത്രയും മനസ്സിലായോ?
ആ അത് മനസ്സിലായി. വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറും ഭാര്യ സത്യഭാമ വക്കീലും. ഞാൻ പറഞ്ഞില്ലല്ലോ. അയ്യോ അത് പറയേണ്ട കാര്യമില്ലല്ലോ, ഞാനതങ്ങ് ഊഹിച്ചതാണ്. ശരി, ഉത്തമം പറഞ്ഞ ഈ സത്യമാ വക്കീല് അവരുടെ 2-3 കൂട്ടുകാരികൾക്കൊപ്പം തേക്കടിക്ക് പോകുന്നു. അയ്യോ അത് നല്ലതല്ലേ സാറേ, ഇടയ്ക്കിടയ്ക്ക് ടൂർ പോണത് നല്ലതാ. പക്ഷേ അവർ ടൂർ പോകുന്നത് അവരുടെ ഭർത്താവായ കെ മോഹനേഷ് സാറിന് അനുവാദമില്ലാതെയാണ്. അപ്പോഴോ അത്രേ ഉള്ളു പ്രശ്നം. സാറ് വക്കീലിന് അനുവാദം കൊടുക്കണം, തീർന്നില്ലേ പ്രശ്നം? എങ്ങനെ അനുവാദം കൊടുക്കും? ഇത്രയും ദൂരം കൂടിയ സ്ഥലത്തേക്ക് സ്ത്രീകൾ മാത്രമായി യാത്ര പോകുന്നത് ശരിയാണോ? അതിന് പരിഹാരമുണ്ട്, സാറ് കൂടെ അങ്ങ് പോയാ പോരെ. ഞാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എനിക്കങ്ങനെ ടൂർ പോകാനുള്ള സമയമൊന്നുമില്ല. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ സാറേ. 4 പെണ്ണുങ്ങൾ മാത്രമായിട്ട് ടൂർ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ പ്രശ്നം. അതെ, സാറിന് കൂടെ പോകാനാണെന്നുണ്ടെങ്കിൽ സമയമില്ല. ഇല്ല. ശരി, ഞാൻ അവരുടെ കൂടെ പോയാലോ? വെളുപ്പിന് പോയി വൈകിട്ട് 6 മണിക്ക് തിരിച്ചു വരികയും ചെയ്യാലോ. വേണ്ടേ? ഭാമ പോയേ പറ്റൂ എന്ന വാശിയില്ല. അതിനെ തടയാനൊരു വഴി പറയാനാണ് ഞാൻ ഉത്തരോട് പറഞ്ഞത്, അല്ലാതെ അവരുടെ കൂടെ പോയി സഹായിക്കാനല്ല. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. വക്കീല് തനിച്ചു പോകുന്നതൊന്നും അല്ല സാറിന്റെ പ്രശ്നം. വക്കീൽ അങ്ങനെ സാറില്ലാതെ എവിടെയെങ്കിലും പോകുന്നത് മോഹനേഷ് സാറിന് ഇഷ്ടമല്ല. അതുപോലെ തേക്കടിയിലൊക്കെ ടൂർ പോകുമ്പോ സ്വാഭാവികമായിട്ട് കുറച്ച് കാശും ചെലവാകുമല്ലോ, അതും സാറിന് പ്രശ്നമാണ്. ഒരുപാട് ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ഞാൻ പറഞ്ഞതിന് പരിഹാരം പറയും. എങ്ങനെ ഭാമയെ വിടാതിരിക്കും? പോകാൻ പറ്റില്ല എന്ന് സാറ് തീർത്ത് പറഞ്ഞ വക്കീൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ പിന്നെ ആ വഴി പ്രയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സെന്റിമെന്റ്സ് ഞാനതൊക്കെ ശരിയാക്കി തരാം. വക്കീൽ ടൂർ പോകുന്നില്ല എന്ന് പറഞ്ഞാ പോരെ? അവളങ്ങനെ പറയുന്നില്ല. പറയൂ സാറേ. ഈ സ്ത്രീകളെ കൈകാര്യം ചെയ്യുമ്പോ അതിൻ്റെതായിട്ടുള്ള ചില രീതികളുണ്ട്, അത് സാറിനറിയില്ല, അതാണ് പ്രശ്നം. ഉത്തമൻ അങ്ങനെ എത്ര സ്ത്രീകളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്? സാറേ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തല്ലോ പഠിക്കുന്നത്. സ്ത്രീകളുടെ സൈക്കോളജി മനസ്സിലാക്കിയാൽ അവരെ കൈകാര്യം ചെയ്യാൻ പറ്റും. ചിലരെ പേടിപ്പിച്ച്, ചിലരെ ചിരിപ്പിച്ച്, ചിലരെ കരയിപ്പിച്ച്, അങ്ങനെയൊക്കെ. പക്ഷേ ഞാനിപ്പോ പറഞ്ഞ ഒന്നും വക്കീലിന്റെ അടുത്ത് നടക്കൂല. അവിടെ സ്നേഹം മാത്രമേ നിൽക്കൂ. ഞാൻ അതാണ് ഇപ്പൊ പ്രയോഗിക്കാൻ പോകുന്നത്. വക്കീൽ ഇപ്പൊ ഇവിടെ ഉണ്ട് സാറേ. അവൾ അടുക്കളയിലുണ്ട്. എനിക്ക് അങ്ങോട്ട് പോവാലോ? എന്താ പറയാൻ പോകുന്നേ? സാറ് കണ്ടോ? അല്പം ഒന്ന് വഴി മാറി തന്നാ ഞാൻ ഇപ്പൊ പോവാം. വക്കീലെ, ഉത്തമനോ? മോഹനേട്ടനെ കണ്ടില്ലേ? കണ്ടു. ഞാൻ ചന്ദ്രപ്പന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്നിട്ട് വില്ലേജ് ഓഫീസർ എന്ത് പറഞ്ഞു? തരാൻ പറ്റില്ല എന്ന് പറഞ്ഞോ? ഏയ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ ഉത്തമൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? അല്ല വക്കീലെ, അത് പിന്നെ മോഹനേഷ് സാർ ആകെ വിഷമത്തില്ല. ഞാൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ സാറ് പറയാണ് 2 ദിവസം ലീവ് എടുക്കാൻ പോണെന്ന്. എന്തിനാ? കാര്യം എന്താണെന്നൊക്കെ വക്കീലിന് അറിയാലോ. വക്കീൽ ടൂർ പോകുന്നതാണല്ലോ പ്രശ്നം. എനിക്ക് തോന്നി. ഉത്തമ, ഞാൻ ടൂർ പോകുന്നതിന് മോഹനേട്ടൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? മറ്റന്നാള് രാവിലെ പോവും, വൈകിട്ട് ഞാൻ തിരിച്ചു വരും. പോകുന്നതോ എന്റെ കൂട്ടുകാരുടെ കൂടെ. പിന്നെ എന്താണ് പ്രശ്നം? അല്ല, മോഹനേഷ് സാറിന്റെ ഒരു സ്വഭാവം വെച്ച് അതൊക്കെ വലിയ വിഷമായിരിക്കൂലേ? ആ സ്വഭാവം സാറിന്റെ കൈ വെച്ചാൽ മതി. ഞങ്ങൾ 4 പേരും കൂടി ഒരു കാറ് വിളിച്ച് അവിടം വരെ പോയി തിരിച്ചു വരുന്നതിന് പരമാവധി ഒരു 4000 രൂപ ചെലവാകും. ഒരാൾക്ക് 1000 രൂപ വെച്ച്. ആ കാശ് ചെലവാകുന്നതിന്റെ വിഷമത്തിലാണ് വില്ലേജ് ഓഫീസർ ഈ ന്യായമൊക്കെ ഇങ്ങനെ പറയുന്നത്. വക്കീലെ, ഞാനും ആദ്യം അങ്ങനെയൊക്കെയാണ് കരുതിയത്. നിസാര പൈസയുടെ കാര്യമല്ലേ സാറേ, വക്കീല് പോയിട്ട് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സാറ് പറയണ അതല്ല കാര്യമൊന്ന്. പിന്നെന്താണ്? എന്നെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാ? ഇതൊക്കെ സാറിന്റെ നമ്പർ അല്ലേ ഉത്തമ? രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാ ദിവസവും എന്നെ കാണാതിരിക്കുന്നില്ലേ സാറ്? സത്യത്തിൽ അതും അല്ല വക്കീലെ.
കുറച്ച് നാള് മുമ്പ് തേക്കടി തടാകത്തിൽ ഒരു അപകടം ഉണ്ടായില്ലേ? കുറെ പേരതിൽ മരിക്കുകയും ചെയ്തു. അതോർത്തിട്ടാണ് സാറിന്റെ പേടി. എന്റെ മുഖത്ത് നോക്കി സാറ് ചോദിക്കുക, ഭാമ തേക്കടി പോയി തിരിച്ചു വരുന്നത് വരെ ഞാൻ എങ്ങനെ മനസ്സമാധാനമായി ഇരിക്കും മുത്തമ്മ എന്ന്. സത്യം പറയാലോ വക്കീലെ, സാറിന്റെ ഉള്ളില് വക്കീലിനോടുള്ള സ്നേഹം അത്രയ്ക്കുണ്ട്. പുറമേ കാണിക്കുന്ന വാശിയും ദേഷ്യമൊന്നും സത്യമല്ല എന്നുള്ള കാര്യം വക്കീലിനും അറിയാം. അപ്പൊ പിന്നെ വെറുതെ എന്തിനാണ് ആ പാവത്തിന് വിഷമിപ്പിക്കുന്നത്? സ്നേഹം കൊണ്ടൊരു കാര്യം പറയുമ്പോ വക്കീല് നിയമം കൊണ്ട് വാശി പിടിക്കുന്നത് ശരിയല്ല. വക്കീല് പോകുന്ന കാര്യം പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ സാറിന്റെ 2 കണ്ണ് നിറഞ്ഞിരിക്കുകയായിരുന്നു. പേടി കൊണ്ടാണ് വക്കീലെ. വക്കീലിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഉത്തമ. കാശ് മുടക്കാൻ മടിച്ചിട്ടാണെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ എന്താവശ്യം പറഞ്ഞാലും മോഹനേട്ടന് ഉടക്കിടും. അങ്ങനെ മനസ്സ് മടുത്തോണ്ടാ ഞാൻ ഇങ്ങനെ ഒരു വാശി കാണിച്ചത്. അങ്ങനെ മനസ്സ് മടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ടൂറിന് വക്കീൽ പോകാതിരുന്ന സാറിനെ കൊണ്ട് വക്കീലിന്റെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരും പോരെ? അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചാ ഇല്ല, ഒന്നും പറയരുത്. നമ്മൾ അങ്ങനെ തീരുമാനിച്ചു. വക്കീല് പോകുന്നില്ല. പകരം വക്കീലിനൊരു സമ്മാനം സാറിനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ച് തരും. ഉത്തമൻ അങ്ങനെ പറയണ സ്ഥിതിക്ക് മതി 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 മതി. വക്കീല് സമ്മതിച്ചു, വക്കീല് സമ്മതിച്ചു. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കെ. സാറ് ഉത്തമ ഒരു കാര്യം ഏറ്റതാണെന്ന് സാറിന് അറിയാലോ. വക്കീല് ടൂർ പോകുന്നില്ല. പോകണമെന്ന് വക്കീലിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് പറഞ്ഞു മാറ്റിച്ചു. ഉത്തമൻ എന്താ എങ്ങനെയാ പറഞ്ഞത്? അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ സാറേ. ഒരു കാര്യം മാത്രം സാർ ഓർത്താ മതി. വക്കീൽ വരുമ്പോഴേ കണ്ണ് ചൂപ്പിച്ചിങ്ങനെ വച്ചേക്കണേ. അതായത് ഒരുപാട് സങ്കടം വന്ന് കണ്ണ് നിറഞ്ഞു ഒഴുകിയതായിട്ട് തോന്നണം. എനിക്ക് മനസ്സിലായില്ല. അയ്യോ, മനസ്സിലാക്കാനൊന്നുമില്ല. ബോട്ടിൽ പോകുമ്പോ വക്കീൽ തടാകത്തിൽ വീണ് വക്കീലിന് വല്ലതും പറ്റുമോ എന്ന് തോന്നിയത് കൊണ്ടാണ് സാറ് വക്കീലിനോട് ടൂറിന് പോണ്ട എന്ന് പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സാറിന് വക്കീലിന്റെ കാര്യത്തിൽ അത്രയും കരുതലുണ്ടെന്ന് അറിഞ്ഞപ്പോ വക്കീൽ തോൽവി സമ്മതിച്ച്. പിന്നെ വേറൊരു കാര്യം, വക്കീലിന് സാറിനെ പറ്റി ഒരുപാട് പരാതികളുണ്ട്. വക്കീൽ എന്ത് പറഞ്ഞാലും സാറ് ഒന്നും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. ആ പരാതി സാറിനെ കൊണ്ട് തന്നെ പരിഹരിക്കാമെന്ന് ഞാൻ വക്കീലിനോട് വാക്ക് കൊടുത്തു. എന്റെ സാറേ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ അടുത്ത ദിവസം വക്കീൽ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം സാറങ്ങ് സാധിച്ചു കൊടുത്തേക്ക്. എന്താഗ്രഹം? അതിപ്പോ എനിക്കങ്ങനെ അറിയാം. ഇന്നലെയോ മെനിയാന്നോ സാറിനോട് വക്കീൽ എന്തെങ്കിലും കാര്യം പറഞ്ഞായിരുന്നോ? എന്ത്? ഒരു സാരി വാങ്ങുന്ന കാര്യം പറഞ്ഞായിരുന്നു. നടക്കില്ല എന്ന് സാറ് പറഞ്ഞു കാണും. ഏതാണ്ട് അങ്ങനെയാ പറഞ്ഞത്. ഇപ്പൊ വക്കീൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായ നിലയ്ക്ക് ആ സാരി വാങ്ങാൻ സാറങ്ങ് സമ്മതിച്ചോ? സാറേ ഒരു പാലം ഇട്ടാൽ 2 ദിവസത്തേക്കും പോണമല്ലോ. ഓ, ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ഒരു സാരിയിൽ പ്രശ്നം തീർന്നില്ലേ? ശരി, അപ്പൊ പിന്നെ ഞാനങ്ങ് ഇറങ്ങട്ടെ. ചന്ദ്രപ്പന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഓഫീസിൽ വന്നാൽ മതി. പിന്നെ സാറേ, വക്കീലിനോട് സംസാരിക്കുമ്പോ കണ്ണ് നിറഞ്ഞ് തുളുമ്പണേ, മറക്കല്ല്. ശരി. ഹലോ, അതെ സത്യഭാമയാണ്. സാധാരണ സാറോ? ഞാൻ രാവിലെ സാറിനെ അങ്ങോട്ട് വിളിച്ചിരുന്നു. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. ഉവ്വ് സാർ, ഞാൻ കൃത്യം 10:30 തന്നെ എത്തും. ശരി. എന്തു പറ്റി? എന്താ മോഹം വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല. എനിക്കറിയാം എന്താന്ന്. ഞാൻ തേക്കടിക്ക് പോകുന്ന കാര്യം ഉത്തമനോട് പറഞ്ഞപ്പോ മോഹനേട്ടനെ കണ്ണു നിറഞ്ഞു എന്ന് പറഞ്ഞു. എന്നാലും എന്റെ മോഹനേട്ടൻ ഇങ്ങനെ ഒരു തൊട്ടാവാടിയായി പോയല്ലോ. അതുകൊണ്ടല്ല, തടാകത്തിൽ വെച്ച് വല്ല അപകടവും പറ്റിപ്പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ഇനിയിപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു വിഷമിക്കണ്ട. ഞാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചില്ലേ? ഇനി സങ്കടം മാറിയില്ലേ? ഞാൻ പറഞ്ഞൊരു കാര്യം നീ സമ്മതിച്ച സ്ഥിതിക്ക് തിരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇന്നലെ നീ പറഞ്ഞില്ലേ ഒരു സാരി വാങ്ങുന്ന കാര്യം, അത് വാങ്ങിച്ചോ? മോഹനേട്ടാ, എന്താ നിന്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? ഒരു സാരി വാങ്ങാൻ അതിന് മാത്രം ചിലവൊന്നുമില്ലല്ലോ. വാങ്ങിച്ചോളൂ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോനോട് കാര്യമായിട്ട് പറയണേ. സത്യം സത്യം. എന്റെ ഈശ്വര, ഈ മോഹനേട്ടൻ്റെ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം മോഹനേട്ടൻ അടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. മോഹനേട്ടൻ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടല്ലേ എനിക്കിപ്പോ ഈ സാരി കിട്ടിയത്. എന്ത് കാര്യം? മോഹനേട്ടൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു 500 കോടി രൂപ വേണമെങ്കിൽ 1500 രൂപ കൂടി ചോദിക്കണമായിരുന്നു. ശരിക്കും ആവശ്യമുള്ളത് മാത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ചേ കിട്ടുമെന്ന്. എനിക്ക് ശരിക്കും ആവശ്യം ഒരു സാരിയായിരുന്നു. വിദ്യാലക്ഷ്മി വിളിച്ചു പറഞ്ഞത് മറ്റന്നാള് സാരി വാങ്ങാൻ പോകുന്ന കാര്യമായിരുന്നു. പക്ഷെ ഞാൻ സാരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൗസിനുള്ള കാശല്ലേ മോഹനോട് തരുള്ളൂ. അതുകൊണ്ട് തേക്കടിയിട്ടത് വെറുതെ സങ്കല്പിച്ചുണ്ടാക്കിയതല്ലേ. അയ്യോ, ഇനി മാറ്റി പറയാൻ പറ്റൂലോ. മോനൊരു സാരി വാങ്ങിച്ചോളം പറഞ്ഞതാ, എന്നോട് സത്യം വരെ ചെയ്തതാ, ഇങ്ങനെ ചെയ്തു. മോഹനേട്ടനെ മന്ത്രിയാക്കണം നേരത്തെ ഞാൻ കളിയാക്കി പറഞ്ഞതാണെങ്കിലും ഇപ്പൊ ഞാൻ കാര്യമായിട്ട് പറയാ, മോഹനേട്ടന്റെ ബുദ്ധി കൊള്ളാം. ഇനി എന്തിനാണ് ഇങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുന്നത്? ഒരു കുഞ്ഞാമ്പത്താൻ പറ്റിയെന്നല്ലേ ഉള്ളൂ മോഹനേട്ടന്. അത് പോട്ടെ, ഇപ്പൊ സാരി വാങ്ങാലോ അല്ലേ? വാങ്ങിച്ചോ? അയ്യോടാ, നല്ല മോഹനേട്ടൻ. മുൻകോപികളും എടുത്തുചാട്ടക്കാരുമായ ഭർത്താക്കന്മാരെ മര്യാദ പഠിപ്പിക്കാൻ ഭാര്യമാർ പല വഴികളും നോക്കാറുണ്ട്. സത്യഭാമ അങ്ങനെ തന്ത്രപരമായി ഒരുക്കിയ കെണിയിൽ വില്ലേജ് ഓഫീസർ തലകുത്തി വീണുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്.